പാരീസിലെ ഈഫൽ ടവർ സന്ദർശനത്തിന് ശേഷമാണ് എനിക്കിനി ഫ്രഞ്ച് തുറമുഖമായ കലൈസ് വില്ലയിലേക്ക് യാത്ര ചെയ്യേണ്ടത്. കലൈസ് തുറമുഖത്ത് നിന്നാണ് എനിക്ക് ബ്രിട്ടനിലെ ഡോവർ തുറമുഖത്തേക്ക് കപ്പലിൽ പോവാനുള്ളത്. പോർട്ടോ ഫ്രാൻസ് P&O എന്ന കപ്പൽ കമ്പനിയുടെ കപ്പലിലാണ് ഞാൻ ടിക്കറ്റ് റിസർവ് ചെയ്തിരിക്കുന്നത്. ഫ്രാൻസിലെ എൻ്റെ ആദ്യ യാത്രയായതിനാലും തനിച്ചുള്ള യാത്രയായതിനാലും കുറച്ച് ആശങ്കകളോട് കൂടെ തന്നെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. കലൈസ് വില്ലയിലേക്കുള്ള ട്രെയിൻ ഏകദേശം രാവിലെ 9:30 യാത്ര ആരംഭിക്കുന്നത്. ഗരഡെ ഈസ്റ്റിൽ നിന്നും ഗരഡെ നോർത്തിലേക്ക് മെട്രോ കയറുന്നത് രാത്രി 1:30. 2:30 കൂടെ തന്നെ ഗരഡെ നോർത്തിൽ എനിക്ക് എത്താൻ സാധിച്ചു. 2:30 മുതൽ പുലർച്ചെ ട്രെയിൻ വരുന്ന സമയം വരെ, അഥവാ 9:30 വരെ ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കഴിച്ചു കൂട്ടാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. സമയം ഇപ്പോൾ പുലർച്ചെ 6:30. ഈ സമയത്ത് തന്നെയാണ് റോഡിൻ്റെ ഇരുവശങ്ങളുമുള്ള നടപ്പാതകൾ വെള്ളം പമ്പ് ചെയ്ത് തൊഴിലാളികൾ കഴുകി വൃത്തിയാക്കി പോയത്. ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. ഇതൊരു ഇൻ്റർനാഷണൽ റെയിൽവേ സ്റ്റേഷനാണ്. എൻ്റെ ട്രെയിൻ വരുന്നത് വരെ ഈ റെയിൽവേ സ്റ്റേഷൻ ഒന്ന് ചുറ്റിക്കറങ്ങാൻ ഞാൻ തീരുമാനിച്ചു. യൂറോപ്പിൻ്റെ പല ഭാഗത്തേക്കും ജർമ്മനി, UK തുടങ്ങിയ രാജ്യങ്ങളിലേക്കെല്ലാം തന്നെ ഇവിടെ നിന്നും ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ സമയം തള്ളി നീക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പല ഭാഗത്തു നിന്നുമായി ഓരോരുത്തർ എത്തി അവരൊരു പറ്റം ഗായകരായിട്ട് ഒരുമിച്ച് കൂടുകയും വ്യത്യസ്തമായ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സംഗീത വിരുന്ന് തന്നെ അവിടെ ഒരുക്കുകയും ചെയ്തത്. ഇതാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ കലയോടുള്ള താല്പര്യവും അവതരിപ്പിക്കാനുള്ള അവരുടെ ഉത്സാഹവും. റെയിൽവേ സ്റ്റേഷൻ്റെ പല ഭാഗത്തുമായി ഉറങ്ങുന്നവരും ക്ഷീണമകറ്റുന്നവരുമായിരുന്ന ഒരുപാട് ആളുകൾ ഈ സംഗീത ലോകത്തേക്ക് പതിയെ പ്രവേശിച്ചു. ഇവരുടെ പ്രകടനം വീക്ഷിച്ചാൽ തന്നെ മനസ്സിലാകും എത്ര ഊർജത്തോടെയും ആത്മാർത്ഥതയോടെയും കൂടിയാണ് ഈ വാദ്യോപകരണങ്ങൾ വായിക്കുന്നത്. ഇവരാരും തന്നെ പണം ആഗ്രഹിച്ചിട്ടല്ല ഈ വിരുന്നൊരുക്കുന്നത്. ഒരു കൂട്ടം കലാകാരന്മാർ എവിടേക്കോ പോകുന്ന യാത്രയിൽ അവിടെയുള്ള ആളുകൾക്ക് ഒരു സർപ്രൈസ് നൽകുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രകടനം തന്നെയാണിത്. കൂട്ടമായിട്ടുള്ള കൊയറിനു ശേഷം ഓരോരുത്തർ തൻ്റെ വാദ്യോപകരണം പരിചയപ്പെടുത്തുന്നവണ്ണം ഉപകരണം വായിക്കുവാൻ തുടങ്ങി. അതിനകമ്പടിയായി മറ്റു കലാകാരന്മാരുടെ പിന്തുണയും. ഓരോ കലാകാരന്മാരും എണീറ്റ് നിന്നുകൊണ്ട് തങ്ങളുടെ വാദ്യോപകരണങ്ങൾ വായിക്കുകയാണ്. ഒരു കലാകാരൻ്റെ വായന തീരുന്നതിന് മുന്നേ തന്നെ അതിന് തുടർച്ചയായിക്കൊണ്ട് മറ്റുള്ള കലാകാരന്മാരും എണീറ്റ് നിന്നുകൊണ്ട് തങ്ങളുടെ വാദ്യോപകരണങ്ങൾ വായിക്കുകയാണ്. പിയാനോ നല്ല താളത്തിൽ വായിക്കുന്ന കലാകാരൻ തന്നെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും വകവെക്കാതെ തൻ്റെ ടീമിൻ്റെ പ്രകടനത്തെ പിന്തുണച്ചുകൊണ്ട് പിയാനോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള കലാവിരുന്നുകൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. കാണികളെല്ലാവരും തന്നെ വളരെ ആവേശത്തോടു കൂടെ തന്നെയാണ് ഈ കലാവിരുന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. തെല്ലും ബോറടി കൂടാതെ തന്നെ തുടക്കത്തിലുണ്ടായിരുന്ന എല്ലാ കലാസ്വാദകരും ഇപ്പോഴും ഇവരുടെ കലാവിരുന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്പെയിനിലൂടെ യാത്ര ചെയ്തിരുന്ന സമയത്താണ് ഒരു യുവ കലാകാരൻ തൻ്റെ കയ്യിലിരുന്ന ചെണ്ട ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകമായ താളത്തിൽ ആ ചെണ്ട കൊട്ടി ആളുകളെ ആകർഷിച്ചതായിട്ട് ഞാൻ കണ്ടത്. കൂടി നിന്നവരുടെ ഹൃദയം കവർന്ന് അവർ അവരുടെ കലാവിരുന്ന് അവസാനിപ്പിച്ചു. ഫ്രാൻസിൻ്റെ മനോഹരമായ കാഴ്ചകളിലൂടെയും തിരക്കേറിയ നഗരങ്ങളിലൂടെയും യാത്ര ചെയ്യാൻ ഏറ്റവും മികച്ച മാർഗങ്ങളിലൊന്നാണ് SNCF ട്രെയിനുകൾ. ഫ്രാൻസിൻ്റെ ദേശീയ റെയിൽവേ കമ്പനിയായ SNCF രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ബന്ധിപ്പിക്കുന്ന
ഒരു വലിയ ശൃംഖലയാണ്. നമ്മുടെ രാജ്യത്തെ IRCTC പോലെ, ഇന്ത്യൻ റെയിൽവേ ശൃംഖല പോലെ. SNCF ട്രെയിനിൽ ഫ്രാൻസിൻ്റെ ഗ്രാമങ്ങളിലൂടെയും പർവ്വതങ്ങളിലൂടെയും കടൽ തീരങ്ങളിലൂടെയുമുള്ള യാത്ര സുഖകരമായ അനുഭവം തന്നെയാണ്. സുരക്ഷിതത്തോടെയും സമയബന്ധിതമായിട്ടും കൂടിയുള്ള യാത്രയാണ് SNCF നമുക്ക് സമ്മാനിക്കുന്നത്. ഏകദേശം 3 മണിക്കൂറിനടുത്താണ് ഗരുഡനോഡിൽ നിന്നും കലൈസ് വില്ലയിലേക്കുള്ള ട്രെയിൻ യാത്ര. എൻ്റെ ട്രെയിൻ വന്നു. ഞാൻ ട്രെയിനിൽ കയറുകയും നല്ല 1-ാം ക്ലാസ് സീറ്റ് തന്നെ തരപ്പെടുത്തുകയും ചെയ്തു. നമ്മുടെ രാജ്യവും ഒരു ദിവസം ഈ നിലയിലേക്ക് ഉയരും എന്ന ചിന്തയാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഒമിയോ എന്ന ആപ്പ് വഴിയാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ആളുകളെല്ലാം തന്നെ യാത്ര ആരംഭിച്ചതോടുകൂടെ സംസാരത്തിൽ മുഴുകിയിരിക്കുകയാണ്. യൂറോപ്പിലെ തന്നെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്ന ഗരുഡനോഡ് റെയിൽവേ സ്റ്റേഷൻ. 1846 ഗരുഡനോഡിൻ്റെ പണി പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നത്. ജാക്കസ് ഇഗ്നസ് ഹിറ്റോഫ് എന്ന ഫ്രഞ്ച് ശില്പിയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഫ്രാൻസിൻ്റെ വടക്കൻ ഭാഗങ്ങളിലേക്കും ബെൽജിയം, ജർമ്മനി, നെതർലാൻഡ്, UK എന്നിവിടങ്ങളിലേക്കുമെല്ലാം ട്രെയിനുകൾ ഓടുന്നുണ്ട്. ഈ പ്രദേശം സംസ്കാരപരമായ വൈവിധ്യത്തിന് പേരുകേട്ടതാണ്. ആഫ്രിക്കൻ, അറബ്, കരീബിയൻ, ബംഗ്ലാദേശുകാർ, ഇന്ത്യക്കാർ തുടങ്ങിയ ആളുകളെല്ലാവരും തന്നെ ഇവിടെ താമസിക്കുന്നുണ്ട്. ഗരുഡനോഡിൻ്റെ മറ്റൊരു മുഖം കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. പാരീസിൽ നിന്നുള്ള ആളുകളെല്ലാം തന്നെ ഗ്രാമീണ പ്രദേശങ്ങളിലേക്ക് പ്രധാന ഗേറ്റ്വേ ആയി കാണുന്നത് ഗരുഡനോഡാണ്. ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന SNCF ട്രെയിനിന് വളരെ കുറഞ്ഞ സ്റ്റോപ്പുകൾ മാത്രമാണുള്ളത്. അടുത്തതായിട്ട് ലോങ്കോ എന്ന സ്റ്റേഷനിലാണ് ട്രെയിൻ നിർത്തുന്നത്. എമിയൻസ് നഗരത്തിന് തൊട്ടുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ലോങ്കോ. എമിയൻസ് നഗരത്തിൻ്റെ ഭാഗമായിട്ടാണ് ലോങ്കോയെ സാധാരണയായി കണക്കാക്കുന്നത്. ലോങ്കോയുടെ ചരിത്രത്തിൽ റെയിൽവേക്ക് പ്രധാന പങ്കുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ റെയിൽവേ ലൈനുകൾ ഇവിടെ സ്ഥാപിച്ചതോടെയാണ് ഈ സ്ഥലം വളർന്നത്. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിക്കുകയും ഈ റെയിൽവേ സ്റ്റേഷൻ നിരവധി ജീവനക്കാരുടെ സ്ഥലമായി മാറിയതോടുകൂടെയാണ് ലോങ്കോയുടെ ജനസംഖ്യ വർദ്ധിക്കുന്നതും ലോങ്കോ ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിട്ട് റെയിൽവേ സ്റ്റേഷനായിട്ട് മാറുകയും ചെയ്തത്. ട്രെയിൻ പതുക്കെ ലോങ്കോ ട്രെയിൻ സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുകയും ഏതാനും ആളുകൾ ലോങ്കോ റെയിൽവേ സ്റ്റേഷനിൽ തങ്ങളുടെ ട്രോളി ബാഗുകളുമായിട്ട് ഇറങ്ങുകയും ചെയ്തു. ഏകദേശം 3 മിനിറ്റോളമാണ് ട്രെയിൻ ഈ സ്റ്റേഷനിൽ നിർത്തിയത്. അതിനുശേഷം പതുക്കെ തന്നെ ട്രെയിൻ അതിൻ്റെ യാത്ര ആരംഭിച്ചു. റെയിൽവേ സ്റ്റേഷൻ്റെ വലതുഭാഗത്തായിട്ട് വളരെ മനോഹരമായ ഏതാനും ചില വീടുകൾ കാണുന്നുണ്ട്. ഈ യാത്രയിലെ അടുത്ത സ്റ്റേഷനാണ് എമിയൻസ് സ്റ്റേഷൻ. ഇവിടെയാണ് പ്രശസ്തമായ എമിയൻസ് ടെക്നിക്കൽ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. പാരീസ് കലൈ വില്ലെ റൂട്ടിലെ പ്രധാന നഗരങ്ങളിലൊന്നുകൂടെയാണ് എമിയൻസ്. SNCF ട്രെയിൻ യാത്രയുടെ ഒരു പ്രധാന ഇടത്താവളം എന്നതിലുപരി എമിയൻസ് റെയിൽവേ ശൃംഖലയുടെ നട്ടെല്ലുകൂടെയാണ്. ഇവിടെയാണ് പ്രശസ്തമായ എമിയൻസ് ടെക്നിക്കൽ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. ഇത് വെറുമൊരു ട്രെയിൻ ഹബ്ബ് മാത്രമല്ല, അത്യാധുനിക സൗകര്യങ്ങളോടുകൂടെയുള്ള ഒരു മെയിൻ്റനൻസ് ഹബ്ബ് തന്നെയാണ്. ഇവിടെ ഫ്രാൻസിലെ വിവിധ ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ട്രെയിനുകൾക്ക് ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ നൽകുകയും എഞ്ചിൻ പരിശോധന മുതൽ ട്രെയിനുകളുടെ പൂർണ്ണമായ അറ്റകുറ്റപ്പണികളും നവീകരണങ്ങളും വരെ ഇവിടെ നടത്തുന്നു. ഇവിടുത്തെ സാങ്കേതിക വിദഗ്ധരുടെ വൈദഗ്ധ്യം വളരെ പ്രശസ്തമാണ്. ഓരോ ട്രെയിനും സുരക്ഷിതമായി ഓടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ അവർ രാപ്പകൽ അധ്വാനിക്കുന്നു. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഓരോ ട്രെയിനിൻ്റെയും പ്രവർത്തനക്ഷമത ഉറപ്പാക്കുന്നത്. ചെറിയ സ്റ്റേഷനുകളെല്ലാം പിന്നിട്ടുകൊണ്ട് ട്രെയിൻ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനുകൾ, ഇവിടുത്തെ സൗകര്യങ്ങൾ, പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുള്ള പബ്ലിക് പാർക്കുകൾ, കുട്ടികൾക്കായി നിരത്തിവെച്ചിട്ടുള്ള ചിൽഡ്രൻസ് പാർക്കുകൾ തുടങ്ങിയവയൊക്കെ കാണുമ്പോഴാണ് എത്രമാത്രം ക്ഷേമത്തിലൂന്നിയ ഒരു രാഷ്ട്രമാണ് ഫ്രാൻസ് എന്നത്. പിക്കോനി എന്ന ചെറിയൊരു റെയിൽവേ സ്റ്റേഷനിലൂടെയാണ് ഇപ്പോൾ ട്രെയിൻ കടന്നു പോകുന്നത്. 3-4 സ്റ്റേഷനുകൾ പിന്നിട്ടപ്പോൾ തന്നെ ട്രെയിനിലെ ഒട്ടുമിക്ക സീറ്റുകളും കാലിയായി തുടങ്ങി. ഈ ട്രെയിനിലെ സൗകര്യങ്ങൾ എടുത്തു പറയേണ്ടവ തന്നെയാണ്. സൗജന്യമായി വൈഫൈ ലഭ്യമാണ്.
അതുകൂടാതെ ഫോണും ലാപ്ടോപ്പും എല്ലാം ചാർജ് ചെയ്യാൻ പവർ സോക്കറ്റുകളും ഓരോ സീറ്റിലുമുണ്ട്. വലിയ ബാഗുകളാണെങ്കിലും അവ സൂക്ഷിക്കാൻ ആവശ്യത്തിന് സ്ഥലമുണ്ട്. ഭക്ഷണം കഴിക്കാൻ നമുക്ക് ട്രെയിനിലെ ബാർ കോച്ചിൽ പലതരം ഭക്ഷണങ്ങളും പാനീയങ്ങളും വാങ്ങാൻ സാധിക്കും. സെക്കൻഡ് ക്ലാസ്സിൽ സാധാരണ സീറ്റുകളും അടിസ്ഥാന സൗകര്യങ്ങളും ലഭിക്കുമ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ വിശാലമായ സീറ്റുകളും കാലുകൾ വെക്കാൻ കൂടുതൽ സ്പേസും ലഭിക്കും. ചിലപ്പോൾ കൂടുതൽ പുസ്തക വായനയിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് മറ്റുള്ളവരെ ശല്യപ്പെടുത്താതെ തന്നെ വായിക്കാൻ ഓരോരുത്തരുടെ സീറ്റിൻ്റെ മുകളിലായിട്ട് ചെറിയ ബൾബുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളുടെ ഡയപ്പർ മാറ്റുന്നതിനും ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിനുമെല്ലാം തന്നെ ഫാമിലി ടോയ്ലറ്റുകൾ ഇവിടെ ഈ ട്രെയിനിൽ ഒരുക്കിയിട്ടുണ്ട്. പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരുപാട് മണൽ കൂട്ടിയിട്ടതായിട്ട് കണ്ടു. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ തെളിഞ്ഞ ചെറിയൊരു തടാകം കണ്ടു. അതിൻ്റെ അപ്പുറത്തായിട്ട് ഫാക്ടറികളാണോ വീടുകളാണെന്നറിയില്ല, ചെറിയ ചെറിയ കെട്ടിടങ്ങളും കാണുന്നുണ്ട്. കുറച്ചുകൂടെ ദൂരം മുന്നോട്ട് പോയപ്പോഴാണ് ടൗൺഷിപ്പ് എന്ന പോലെ ഒരുപാട് വീടുകളുടെ മേൽക്കൂരകൾ ഈ ദൂരെ നിന്നും കാണാൻ സാധിക്കുന്നത്. ഇവ ഏറ്റാപ്പിൾസ്, ലേ 2K എന്നീ നഗരങ്ങളാണ്. ഏറ്റാപ്പിൾസ് പഴയ കാലത്ത് ഒരു പ്രധാന മത്സ്യബന്ധന കേന്ദ്രമായിരുന്നു. ബ്രിട്ടീഷ് സൈന്യത്തിന് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരിശീലന കേന്ദ്രമായിരുന്നു ഈ നഗരം. കാൻഷ് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം പുരാതന കാലം മുതൽ തന്നെ വ്യാപാരത്തിനും മത്സ്യബന്ധത്തിനും പേരുകേട്ട കേന്ദ്രമായിരുന്നു. റോമൻ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ 3 വ്യത്യസ്ത കുടിയേറ്റങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. 9-ാം നൂറ്റാണ്ടിൽ സ്റ്റാപ്പുല എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഏറ്റാപ്പിൾസ് വെയർഹൗസുകളും തുറമുഖ സൗകര്യങ്ങളും ഉള്ള ഒരു വ്യാപാര കേന്ദ്രമായിട്ട് വളരുകയാണ് ഉണ്ടായിരുന്നത്. 100 years of war, 100 വർഷത്തെ യുദ്ധകാലത്ത് ഇംഗ്ലീഷ് സൈന്യം നഗരത്തെ പലതവണ കത്തിച്ചു. 1492-ൽ ഫ്രാൻസിൻ്റെ ചാൾസ് എട്ടും ഇംഗ്ലണ്ടിൻ്റെ ഹെൻറി ഏഴാമനും തമ്മിൽ ഒപ്പുവെച്ച ഏറ്റാപ്പിൾസ് ഉടമ്പടി ചരിത്രത്തിലെ സമാധാന ചുവടുകളിലൊന്നാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് 1803-1805 കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിനെ ആക്രമിക്കാൻ പദ്ധതിയിട്ടപ്പോൾ ഏറ്റാപ്പിൾസ് അവർക്കൊരു നാവിക താവളമായി മാറി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തിന് പരിശീലന കേന്ദ്രമായിരുന്ന ഈ നഗരം 100,000 സൈനികരെ വരെ ഉൾക്കൊണ്ടിരുന്നു. ഇന്ന് ഏറ്റാപ്പിൾസ് ഒരു സമാധാനപരമായ തീരനഗരമായി മാറിയിരിക്കുന്നു. ഏറ്റാപ്പിൾസിൻ്റെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു നഗരമാണ് ലേ 2K. അതിജീവനവും ആഡംബരവും നിറഞ്ഞ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ലേ 2K. കാടുകളാലും ചെറിയ ഗ്രാമങ്ങളാലും നിറഞ്ഞിരുന്ന ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം പാരീസിൽ നിന്നുമുള്ള സമ്പന്നർ ഈ പ്രദേശത്തെ അവധിക്കാല സഞ്ചാരത്തിനായിട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു. 1900-ൽ ഏറ്റാപ്പിൾസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലേ 2K വരെ ഒരു വൈദ്യുത ട്രാംവേ സ്ഥാപിക്കപ്പെട്ടു. ഇതോടെ കടൽ തീരത്തിലേക്ക് സഞ്ചാരികൾക്ക് എളുപ്പത്തിൽ എത്താൻ സാധിച്ചു. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ലേ 2K ഒരു ആഡംബര വിനോദസഞ്ചാര കേന്ദ്രമായി തന്നെ മാറി. മനോഹരമായ വില്ലകൾ, ഗോൾഫ് ക്ലബ്ബുകൾ, കാസിനോകൾ, കടൽ തീരങ്ങൾ ഇവയെല്ലാം ചേർന്ന് ഫ്രാൻസിലെ ധനാഢ്യർക്കും ഉന്നതർക്കും പ്രിയപ്പെട്ട സ്ഥലമായി ഈ സ്ഥലം മാറി. ഇതോടൊപ്പം ഈ പ്രദേശം കലാകാരന്മാരുടെ പ്രിയപ്പെട്ട കേന്ദ്രവുമായി മാറിക്കൊണ്ടിരുന്നു. 1880 മുതൽ 1914 വരെ 200-ലധികം അന്താരാഷ്ട്ര കലാകാരന്മാർ ലേ 2K, ഏറ്റാപ്പിൾസ് എന്നിവിടങ്ങളിൽ താമസിച്ചു. ഇവിടെ നിന്നുമുള്ള പ്രകാശവും പ്രകൃതികളും കടൽ തീരങ്ങളും എല്ലാം തന്നെ ഇവരുടെ എല്ലാം കലാസൃഷ്ടികൾക്ക് പ്രചോദനമായി മാറി. ഈ കാണുന്ന നഗരമാണ് ഫ്രാൻസിൻ്റെ വടക്കൻ തീരത്ത് കാൻഷ് നദിയുടെ തന്നെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ബുലോണ നഗരം. 2000 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ചരിത്ര നഗരമാണിത്. 882-ൽ നോർമൻസിൻ്റെ ആക്രമണത്തിൽ നശിച്ച ബുലോണ 912-ൽ വീണ്ടും പുനർനിർമ്മിക്കപ്പെട്ടു. മധ്യകാലഘട്ടത്തിൽ ഫ്ലാൻഡേഴ്സും പോന്തിയുമിടയിൽ തർക്കവിഷയമായിരുന്ന ഈ നഗരം 1477-ൽ ഫ്രഞ്ച് രാജാവ് ലൂയി 11-ാമൻ്റെ ഭരണത്തിലേക്ക് ചേർക്കപ്പെട്ടു. 1544 മുതൽ 1550 വരെ ഇംഗ്ലണ്ട് ഈ നഗരത്തെ കീഴടക്കി വച്ചിരുന്നു. 1805-ൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഇംഗ്ലണ്ടിനെ ആക്രമിക്കാൻ പദ്ധതിയിട്ടപ്പോൾ ബുലോണ നഗരം അദ്ദേഹത്തിൻ്റെ സൈന്യത്തിന് പ്രധാനമായ ഒരു താവളമായിരുന്നു. 1-ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യവും 2-ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മൻ സൈന്യവും ഈ ഫ്രഞ്ച് നഗരത്തിൽ സജീവമായിരുന്നു. ജർമ്മൻ സൈന്യം ഇതൊരു സബ്മറീൻ താവളമായിട്ട് തന്നെ ഉപയോഗിച്ചിരുന്നു. ആധുനിക ബുലോനയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര തുടർന്നു. കൃത്യം 12:35 തന്നെ ട്രെയിൻ കലൈസ് വില്ലയിലേക്ക് എത്തിച്ചേർന്നു. എല്ലാ യാത്രക്കാരും തങ്ങളുടെ ബാഗേജും ലഗേജും എടുത്തുകൊണ്ട് പുറത്തിറങ്ങി.
ഞാനിതാ അവസാനമായി കലൈസിലെത്തിയിരിക്കുന്നു. ഈ ട്രെയിനിൻ്റെ അവസാനത്തെ സ്റ്റേഷനാണ് കലൈസ് വില്ല. ഇനി ഇവിടെ നിന്നും എനിക്ക് കലൈസ് പോർട്ടിലേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. എൻ്റെ ലഗേജും എടുത്തുകൊണ്ട് ഞാൻ ട്രെയിനിൻ്റെ പുറത്തിറങ്ങി. ഇനി എനിക്ക് കലൈസ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് നടക്കാനുണ്ട്. മറ്റുള്ള യാത്രക്കാരുടെ കൂടെ ഞാനും റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. എൻ്റെ ആകാംക്ഷ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുന്നിൽ കലൈസ് പോർട്ടിലേക്ക് ഇനി 1 മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇവിടെ നിന്ന് എങ്ങനെയാണ് കലൈസ് പോർട്ടിലേക്ക് എത്തുക എന്നതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ധാരണയുമില്ല. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മൊബൈൽ ഫോണിൽ നെറ്റ്വർക്കൊന്നും അവൈലബിൾ അല്ല. ആരോടെങ്കിലും ചോദിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നും വൈഫൈ കണക്ഷൻ വാങ്ങിക്കൊണ്ട് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് നടക്കാമെന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്.